ഹലോ, വെൽക്കം ടു സാലി കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ബ്രെഡും മുട്ടയും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. എളുപ്പമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്, അധിക പണിയോ ഒന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുമാണ്. കുറച്ച് മയോണൈസൊക്കെ ആഡ് ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ആദ്യം നമ്മൾ മയോണൈസ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മയോണൈസ് പല റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ, എന്നാൽ ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് മിക്സി അടച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 കപ്പോളം സൺഫ്ലവർ ഓയിൽ വേണം. അത് നിങ്ങൾക്ക് വേണ്ട ഒരു തിക്നെസ് പോലെ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു ടോട്ടൽ 1/2 കപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള മയോണൈസ് കിട്ടിയിട്ടുണ്ട്. ലൂസ് ആവരുത്, ഈ ഒരു തിക്നെസ് വേണം. അപ്പോൾ മയോണൈസ് റെഡിയായി, ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്കൊരു 6 സ്ലൈസ് ബ്രെഡ് വേണം. അപ്പോൾ ആ ബ്രെഡ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ കളർ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കണം. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, അത് കട്ട് ചെയ്യാം. ബ്രൗൺ കളർ ഒഴിവാക്കിയതിന് ശേഷം ഇതുപോലെ ഈ ഒരു വീഡിയോ കാണുന്നത് പോലെ ചെറിയ ഒരു സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, 1 ടീസ്പൂണോളം ഇഞ്ചി, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ടയുടെ കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പ്രത്യേകിച്ച് മിക്സ് ഒന്നും റെഡിയാക്കി എടുക്കാനില്ല. ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു മുട്ടയുടെ കൂട്ടം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡാക്കി എടുക്കുക. ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഒരു മുട്ട വെച്ചിട്ടല്ലേ ചെയ്തത്, അപ്പോൾ അതിൻ്റെ പകുതി ഭാഗം ഇപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് നിരത്തി വെച്ച് കൊടുക്കുക. അപ്പോൾ ബ്രെഡ് വെച്ച് കൊടുക്കുമ്പോൾ അധികം ഗ്യാപ്പൊന്നും ഇല്ലാതെ വെച്ച് കൊടുക്കണം. ഇതുപോലെ നാക്കിയെടുത്തതിന് ശേഷം അത് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള ആ ഒരു മയോണൈസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. താഴ്ഭാഗത്ത് ഒരു ലിഡൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഫ്രൈ പാൻ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നാവും. അധികം അങ്ങ് കളറൊന്നും മാറൂല. ആ ഒരു ബാക്കിയുള്ള മയോണൈസ് ഒഴിച്ചിട്ട് അത് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് മതിയാവും. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കുക. 2 തവിയൊക്കെ യൂസ് ചെയ്തിട്ട് പതുക്കെ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി കുക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ താഴ്ഭാഗം കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് നല്ല ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തോളൂ. ആ ഒരു ബ്രെഡ് ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് തണുക്കാൻ വെച്ചതിന് ശേഷം കട്ട് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിളായിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. ഇതിൻ്റെ ഉള്ളിൽ ആ ഒരു മയോണൈസൊക്കെ ഉള്ളത് കൊണ്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എന്തായാലും ഇഷ്ടപ്പെടും. പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം കൂടിയാണ്, അതൊരു സ്നാക്ക് ഐറ്റം കൂടിയാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്